അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഫുൾ ഷൂട്ട് തീരുന്നവരെയും സീമ ചേച്ചിക്ക് നായികയാണെന്നുള്ളൊരു നായികയാണ്. പക്ഷെ അതിന്റെ ഒരു ത്രില്ലോ കമ്പോ അങ്ങനെയൊന്നും എനിക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ശശിയേട്ടന് ഭയങ്കര സംഭവമാണ് ശരിക്കും. അത്ര ഒരു ക്രേസ് തന്നെയാണ് ശരിക്കും. ശശിയേട്ടൻ്റെ സിനിമയൊക്കെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. പുള്ളി എങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കും ലവ്വല് നോക്കുകയാണെന്ന്. ഭയങ്കര ഞാനിങ്ങനെ നാണിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പുള്ളി ഇങ്ങനെ നോക്കും. പിന്നീട് അറിയുന്ന ഫ്രെയിമിന് വേണ്ടിയിട്ട് ഏത് പൊസിഷനില് നന്നായിരിക്കും ഈ കുട്ടി എന്നുള്ളത് ആലോചിക്കുന്നത് പുള്ളി. സീമ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു സീമ പോയാൽ ഇനി വരാൻ 6 മാസമാവും. അപ്പോൾ സീമ ഫുൾ ഗർഭിണിയായിട്ട് വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇത്രയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കോശം. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു വിടാം, അവൾ ഇവിടെ എവിടെയും കിടന്ന് പ്രസവിക്കും. നമസ്കാരം. ഉത്സവം എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച IV ശശി എന്ന സംവിധായകന്റെ ഓരോ സൃഷ്ടികളും തിയേറ്ററുകളിൽ വലിയ ചലച്ചിത്രോത്സവങ്ങളാണ് സമ്മാനിച്ചത്. പ്രേക്ഷക മനസ്സിൽ എന്നും തിളങ്ങുന്ന വർണ്ണപ്പകിട്ടുകളാർന്ന ഫ്രെയിമുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയ IV ശശി സാറിനെ കുറിച്ചുള്ള ഓർമ്മയിലെന്നും 2ാം ഭാഗം. വർണ്ണപ്പകിട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ ഹിറ്റാകുന്നു. അല്ലെങ്കിൽ ഈ മമ്മൂക്ക, ലാലേട്ടൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കരിയറിൽ ഇങ്ങനെ ഒരു ഡിപ്പ് വരും, ഹിറ്റ് വരും, ഡിപ്പ് വരും, ഹിറ്റ് വരും, ഇങ്ങനെ അവരുടെ ഒരു കരിയർ ഗ്രാഫ് ഉണ്ടല്ലോ. അതിൽ വർണ്ണപ്പകിട്ട് വളരെ നിർണായകമായിട്ടൊരു നല്ല സിനിമയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ബാബുച്ചേട്ടനൊക്കെ ഒരു ഏതാണ്ട് പുതിയ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ലിസ്റ്റപ്പെട്ട ആളും, ശശിയേട്ടൻ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മാജിക്കുകൾ അന്നേ ലെജൻഡാണ്. 90കളൊക്കെ ആകുമ്പോൾ തന്നെ ശശിയേട്ടൻ വലിയ ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുമാണ്. നിങ്ങളുടെ ഒരു കോംബോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ശശിയേട്ടനോട് എന്നൊരു കഥ പറയുന്നത്? നിങ്ങളെ ശശിയേട്ടൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ശശിയേട്ടനെ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഞാനന്ന് ഈ 2-3 ചെറിയ സിനിമകൾ, അങ്ങനെ സ്റ്റാർ വാല്യൂ ഇല്ല എന്നുള്ളതല്ല, ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്ത്. അപ്പോൾ ശശിയേട്ടനെ കണ്ടിട്ട് ഞാൻ ആദ്യം സംസാരിച്ചത് പറഞ്ഞ കഥ ഇപ്പോഴും സിനിമയായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ 1921 സിനിമയൊക്കെ ചെയ്ത സംവിധാനം എന്ന നിലയിൽ ഒരു പീരീഡ് ഫ്രീഡം ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് പറഞ്ഞത്. മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൂപ്പർ പറഞ്ഞു പക്ഷേ അതിന് പറ്റുന്നൊരു അവസ്ഥയിലല്ല സിനിമയിൽ പോകുന്നത്, വലിയ ബഡ്ജറ്റ് സിനിമയായിരിക്കും ആണത്. അപ്പോൾ നല്ല കഥകളുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ശശാർ ഒരു ഹിന്ദി സിനിമ എന്നെ കാണിച്ചു. അത് ആ ഒരു മൂഡിൽ അതിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളൊരു സബ്ജക്റ്റ് ആലോചിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു തിരക്കഥയൊക്കെ എഴുതി ശശാറിനെ വായിച്ച് കേൾപ്പിച്ചു. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ജോക്കുട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ ഫ്രണ്ട് സിനിമ ആലോചിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി ആലോചിച്ച സിനിമ നടക്കാഴുകയും. അപ്പോൾ ശശിയാർ അന്നോട് പറഞ്ഞു, മോഹൻലാലിനെ പറ്റിയ കഥ വല്ലതും ഉണ്ടെങ്കിൽ നീ പറയണം, ലാൽ സാറ് ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞതുപോലെ ശശിയാർ ഇങ്ങനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോക്കുട്ടന് പോയിട്ട് ശശിയാറിൻ്റെ അടുത്ത് കഥ പറയുകയും ശശിയാർ കഥ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റാണ്, ഫുൾ സ്ക്രിപ്റ്റായിട്ട് പോയത്. അങ്ങനെ പിന്നെ മൂപ്പരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ്, പുള്ളിയുടെ കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ട് ലാൽ സാറിനെ പോയി കാണുന്നു. അപ്പോൾ എല്ലാം ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ലാൽ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോകുന്നു. അങ്ങനെയാണ് ലാൽ സാർ കഥ കേട്ട് അവിടെ വെച്ച് തന്നെ കൺഫേം ചെയ്യുന്നു. അവിടെ വെച്ച് തന്നെ പ്രോജക്റ്റ് ഓണാകുന്നു. പിന്നെ ഷൂട്ട് ഈ സിംഗപ്പൂരിലെ ഷൂട്ടിന് വേണ്ടി കുറച്ച് ഡിലേ ഒക്കെ വന്നുള്ളൂ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു റൈറ്റർ എന്ന നിലയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് എൻ്റെ കരിയറിൽ ഒരു സൂപ്പർ ഡയറക്ടറുടെ പടത്തിലേക്ക് ഞാൻ എത്തുകയാണ്. ഒരു സ്വപ്നം പോലെയായിരുന്നു എനിക്ക് അത് ഫീൽ ചെയ്തത്. 97 റിലീസ്, 97 ഏപ്രിലാണ് പറഞ്ഞപ്പെട്ട് റിലീസ്. 96 അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. അതന്ന് ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് 7ാം കടലിനക്കരെ എന്ന് പറയുന്ന ഒരു പടം 70s ലാസ്റ്റ് അമേരിക്കയിൽ പോയി, 78 അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യാണ്. അന്നൊക്കെ അമേരിക്കയിൽ പോവുക ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പിന്നീട് അമേരിക്കയിൽ പോയപ്പോൾ ആ പടത്തിൽ ഇങ്ങനെ ഒരു കാർ ഇങ്ങനെ ഞെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അന്ന് ഈ ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അമേരിക്കയിലുള്ള ഒരു താരാഴ്സ് വിജയൻ ചേട്ടനും ശശി സാറും കൂടെ പിന്നിൽ അനുതാര പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതില് അനു ശശിയേട്ടന്റെ മോളും താര വിജയേട്ടന്റെ മോളുമാണ് അല്ലേ? പിന്നെ ഇവര് തന്നെ അമേരിക്ക എന്ന് പറഞ്ഞ പടം നിർമ്മിച്ചിട്ടുണ്ട്. അതെ, പുള്ളിയും ജോർജേട്ടും
ജോർജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതുവരെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അക്ഷരങ്ങളിലൊക്കെ എടുത്തില്ലേ ഉവ്വ്. പുള്ളി. ഉണ്ട് കേട്ടോ. അല്ല, ഞാൻ ഇത് പറയാൻ കാരണം ഈ വർണ്ണപ്പേട്ടിലോട്ട് വരുമ്പം സിംഗപ്പൂര് ചേപ്പൂര് അടുത്തത്. സിംഗപ്പൂര് പോയി വരവല്ല, ആ നാടിന്റെ എല്ലാ രസങ്ങളും പൂർണ്ണമായും സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയും. അതിലെ വെള്ളി നില തുള്ളികളോ, ഞാൻ നേരത്തെ പറഞ്ഞ അതിലെ പാട്ട്, അല്ലെങ്കിൽ ഓക്കേല എന്നുള്ള പാട്ടിലേക്ക് ഇപ്പോഴും ഒരു റെഡ് ഓപ്പൺ കാറില് ലാലേട്ടൻ ഒരു ഗ്രീൻ ബനിയൻ ഇട്ട് വന്ന് നിൽക്കുന്നു. ഒരു വർണ്ണപ്പകിട്ടായിരുന്നു അത്. അതില് ഈ സിഗരറ്റ് കുറ്റി താഴെ ഇട്ടിട്ട് അതേ ചവിട്ടിയിട്ട് ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനത്തെ സാധനമുണ്ടല്ലോ, സിഗരറ്റ് ഇടല് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാട്ടുകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അതിൻ്റെയൊക്കെ അതൊന്നും തിരക്കഥയിലല്ലോ, അതിനപ്പുറം ഒരു ക്യാരക്ടർ ഉണ്ടാക്കല്ലോ. അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് ശശിയേട്ടനുമായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾ നിൽക്കുന്നത്? ശശാർ എനിക്ക് തോന്നുന്നത് ശശാർ ഈ മലയാളത്തിലെല്ലാം മാസ്റ്റർ റൈറ്റേഴ്സിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്ലേ സിനിമയാക്കിയ ശശാറാണെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ബിനായ് സാറായാലും എം ഡി സാറായാലും ദാമോദരൻ മാഷായാലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ മൂപ്പര ചെയ്യുന്നു തോന്നുന്നു. മൂപ്പര ഇപ്പം നമ്മൾ കാണാത്ത വെർഷനിലൂടെ കഥയെ കൊണ്ടുപോവുക, നമ്മൾ കാണാത്ത ട്വിസ്റ്റുകളെ, അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു മൂപ്പരും ഞാനും കൂടെ തിരക്കഥ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോഴേ ഈ നമ്മളും എടുത്തു പോകും. കാര്യം വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടിട്ട് വേറെ ഒരു ഇതിലേക്ക് എത്തും. മൂപ്പര് പക്ഷേ കാലത്ത് പോലെ ഇതല്ലാതെ ഒന്നും സംസാരിക്കത്തില്ലെന്ന് മാത്രമല്ല, ഉച്ചവരെ നമ്മൾ പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത കാര്യം പുള്ളി വൈകുന്നേരം അത് പൊളിക്കും. അങ്ങനെ ഇങ്ങനെ എന്നുവെച്ചാൽ മുഴുവൻ സമയം അതിനുവേണ്ടി മാത്രമാണ് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മനസ്സിൽ ഇത്തരം വിഷ്വൽസും ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം സിനിമ പോകാൻ പറ്റിയില്ലല്ലോ അല്ലേ സിംഗപ്പൂര്? എനിക്ക് അന്ന് ഞാൻ അധ്യാപകനായിരുന്നു. അപ്പോൾ എനിക്ക് വിസ പാസ്പോർട്ട് NOC കിട്ടിയില്ല DP പോകാനായിട്ട്. അതുകൊണ്ട് അന്നത്തെ ഈ പറഞ്ഞ ഇത്രയും വലിയ സിനിമ എഴുതിയതല്ലാണ്ട് ഷൂട്ടിങ്ങിന് പോകാൻ എനിക്ക് പത്മകുമാറായിരുന്നു ഒന്ന് അസോസിയേറ്റ്. മൂപ്പർക്കും കിട്ടിയില്ല പാസ്പോർട്ട്. അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി. പകരം ബ്ലസ്സിയാണ് സിംഗപ്പൂർ ഷെഡ്യൂളിൽ അസോസിയേറ്റ് ആയിരുന്നു. ബ്ലസ്സി സാർ അദ്ദേഹമാണ് അതിന്റെ സിംഗപ്പൂർ. ഈ പറഞ്ഞ കാര്യം ഒരു കാര്യം കൂടെ ചോദിക്കണം. അതിപ്പോ ഒരു എഴുത്തുകാരൻ ഒരു പടം എന്ന് പറഞ്ഞ ഒരു പടവേ ഉള്ളൂ, അതിന്റെ പുറകെ നിൽക്കുകയാണ്. ഇത് ഈ 10-12 പടം ചെയ്യുമ്പോഴേ ചന്ദ്രേട്ടൻ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഉച്ചവരെ ഒരു പടം അതിന്റെ കഥയും കാര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഓർത്ത് വെക്കണം, വൈകിട്ട് 6 മണി തൊട്ട് വേറെ പടം ഡയറക്റ്റ് ചെയ്യണം, അതിന്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഓർത്ത് വെക്കണം, അടുത്ത ആഴ്ച വേറെ പടം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഏതോ പടത്തിന്റെ എഡിറ്റിംഗ് രാത്രി 2 മണിക്ക് നടക്കുന്നുണ്ട്, അവിടെ പോയിരിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ ഏതോ ഒരു പടം വെള്ളിയാഴ്ച റിലീസായിട്ടുണ്ട്, അതിന്റെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഇതിന്റെ പരിപാടി എങ്ങനെയാ സീമ ചേച്ചി ഇത് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നേ? എന്താ ഇതിന്റെ പണി ചെയ്ത ആള് പറ. ഞങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം 3 സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. രാവിലെ ഉച്ച വരെ ഒരു സിനിമ, രാത്രി 9 മണിക്ക് സിനിമ, അതിനുശേഷം അടുത്ത സിനിമ, 3 സിനിമയൊക്കെ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ എപ്പിസോഡുകള് മലയാളത്തിലെ നിങ്ങൾ അത് 2 കാര്യമുണ്ട്. ഇപ്പൊ മലയാളത്തിൽ അന്നത്തെ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ നിന്ന് കയറിപ്പോയി കുടമ്പക്കത്ത് നിൽക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടി വേറെ ഒന്നും അറിയില്ല. ഇപ്പൊ ഞാൻ ഇതിവിടെ ഷൂട്ട് ചെയ്യും, നമ്മളിപ്പോ പ്രേക്ഷകർ നമ്മൾ ഈ ഓർമ്മയിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചില ദിവസം 2 എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ രാവിലെ ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡും ഉച്ച കഴിഞ്ഞ് ജോൺസൺ മാസ്റ്റർ എപ്പിസോഡും ആയിരിക്കും. അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു നടനാണ്. വില്ലൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, സിൽവർ ഹെഡ്, മുതല കുഞ്ഞുങ്ങള്, കൊള്ളത്താവളം ഇവിടെ ആയിരിക്കും. ഉച്ച കഴിച്ചു കഴിഞ്ഞാൽ ജോൺസൺ മാഷാണ്. കംപ്ലീറ്റ് വേറെ പാട്ടുകള്, മെലഡി വരികളാണ്. ഇത് വെറുതെ ഇരുന്ന് ചോദ്യം ചോദിക്കാനിരിക്കുന്ന എനിക്ക് 2 ഫോൾഡർ തലേ തുറന്നു കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ ജോസ് പ്രകാശും ജോൺസൺ മാഷും തമ്മിൽ ഇങ്ങനെ അടിക്കുക. അപ്പോഴാണ് നിങ്ങള് വലിയ കഥയും ഫുൾ ക്യാരക്ടറും കൂടി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചോദിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസവും നിലനിൽപ്പാണത്. അത് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾക്കില്ല, ലൈഫില്ല. ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. ഓരോ ഇപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് തമിഴ് അഭിനയിക്കുന്നത്, രാവിലെ തെലുങ്ക് അഭിനയിക്കുന്നത്, അന്ന് സിനിമ മാത്രമേ ഉള്ളൂ. എന്റർടൈൻമെന്റിന് മറ്റൊരു ഉപാധിയില്ല, ബാക്കി ഒന്നുമില്ല. ഇന്ന് അതല്ലല്ലോ. ഇന്ന് എത്രയോ ഉണ്ട്. ഇന്ന് ഇപ്പൊ
ഇതാ വന്നിരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. സിനിമ എന്റർടൈൻമെന്റ് ആണ്, എന്റെ പ്രീ പ്രൊഡക്ഷൻ എന്റർടൈൻമെന്റ് ആയിട്ട് പുറത്തു വരും, റിവ്യൂ എന്റർടൈൻമെന്റ് ആയിട്ട് പുറത്തു വരും. ഞാനും സിഎംയും കൂടെ ഒക്കെ എത്ര സിനിമകൾ 14 ദിവസം 15 ദിവസം കൊണ്ട് തീർത്തിട്ട് തീർക്കും. ഫുൾ പിക്ചർ ഫുൾ പിക്ചർ അല്ലേ? അതെ, 14 ദിവസം കൊണ്ട് തീർക്കുന്ന ആൾക്കാരാ. ഒന്ന് ആലോചിക്കാൻ തന്നെ 14 ദിവസം ഒരു സിനിമ. 4 പാട്ടുണ്ടാവും, 4 ഫൈറ്റ് ഉണ്ടാവും, സീനും തീർക്കും. ഇവിടെ ഇപ്പൊ 120 ദിവസം വരും ചില സിനിമകളെല്ലാം. ബാബുചേട്ടൻ അതിന് ശേഷം പിന്നീട് കുറെ നവാഗതരായ സംവിധായകരെ വേറെ പലരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഇവർ ഈ ലെവലിൽ ഹോൾഡ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ശശാറിൻ്റെ കൂടെ പടം ചെയ്തതിൽ എനിക്ക് ഞാൻ മുപ്പരുടെ മരണസമയത്ത് TV സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ കോട്ടയത്ത് ഗ്രീൻ പാർക്ക് ഹോട്ടൽ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരമല്ല ഞാൻ പറയുന്നത്. ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി താമസിക്കുകയാണ്. ഒരാഴ്ചയോളം ഞങ്ങളിങ്ങനെ കോട്ടയത്ത് ലൊക്കേഷൻ ഹണ്ടിങ് ആണ്. അപ്പോൾ മൂപ്പര് വൈകിട്ട് വന്നിട്ട് കുളിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ ഒരു ദിവസം പുള്ളി കയറി വരുമ്പോഴത്തേക്ക് ഞാൻ TV ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്, ശശാറിൻ്റെ സിനിമയാണ്. ശശാർ വന്ന് ഇവിടെ നിന്നിട്ട് മാഗസിൻ എടുത്ത് നോക്കിയിട്ട് TV നോക്കി. അപ്പം ഞാൻ മൂപ്പരുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ പുള്ളിയുടെ സിനിമ പുള്ളി നമ്മളൊന്ന് നോക്കുമല്ലോ. പുള്ളി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ സിനിമയാണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു, അല്ല എൻ്റെ സിനിമ, സാറിൻ്റെ സിനിമയാണ്. ഇനി ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടാകും. കുറച്ച് നേരം കഴിഞ്ഞ് ബഹദൂർക്ക കയറുന്നപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞാൽ ഏതൊരു ആലിംഗൻ അങ്ങനെ ഏതൊരു പേര് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഒരാൾ സിനിമ ചെയ്യുമ്പോഴേ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ, ഷൂട്ട് ചെയ്യുമ്പോഴേ, എഡിറ്റ് ചെയ്യുമ്പോഴേ, ഡബ് ചെയ്യുമ്പോഴേ, മിക്സ് ചെയ്യും, ഇതെല്ലാം കണ്ട ആൾ അങ്ങനെയുടെ സിനിമ അങ്ങനെ മറന്നു പോകണമെങ്കിൽ. അനുഭൂതി എന്ന് പറയുന്ന സിനിമ അന്ന് ഈ ജനപങ്കാളിത്തത്തോടെ ഒരു പക്ഷേ ലോകത്ത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല. ആ സമയത്ത് അന്ന് ഈ ഖുഷ്ബു, സുരേഷ് ഏട്ടൻ, ഇങ്ങനെയുള്ള വാണി വിശ്വനാഥൻ അല്ലേ, കാസ്റ്റിംഗിന്റെ ഒരു പരിപാടി എങ്ങനെയാണ് ശശി ചെയ്യുന്നത്? അല്ല, അത് ഈ സുരേഷ് ഏട്ടൻ്റെ അന്ന് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ പുള്ളി പീക്ക് ടൈമാണ്. അതുപോലെ ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യുന്ന സമയത്ത് ആണ് മൂപ്പര് ഇങ്ങനത്തെ ഒരു ഹ്യൂമർ, അതിനകത്തൊരു ഹീറോയിസം ഇല്ല, മൂപ്പരുടേതായ ഒരു ഡയലോഗ് വേർഷനോ ഒന്നുമില്ല, അല്ലാത്ത സിനിമയായിരുന്നു. പിന്നെ ഈ ശശിയേട്ടനായിട്ട് തിരക്കഥ എഴുതിയപ്പോൾ എനിക്ക് തോന്നിയാൽ ലേഡി ക്യാരക്ടേഴ്സ് നല്ല ബോൾഡാകണമെന്ന് പുള്ളിക്ക് മസ്റ്റായ നിർബന്ധമുണ്ട്. ഇമോഷൻ സീനുകൾ സിനിമയിൽ ധാരാളം ഉണ്ടാകണം, അങ്ങനത്തെ ഒരു താല്പര്യം പുള്ളിക്കുണ്ട്. ഈ ലേഡി ക്യാരക്ടർ പിന്നെ നന്നാവണമെന്ന് പറയുന്നതിൻ്റെ ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പോൾ സീമ ചേച്ചിയുടെ ശശാറിൻ്റെ സിനിമകളിലെ സീമ ചേച്ചിയുടെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ്. ഇപ്പം ആൾക്കൂട്ടത്തിനെ ആയാലും, അക്ഷരങ്ങളായാലും, ആരൂഢമായാലും, അങ്ങനെ എല്ലാ സിനിമ. അത് അവളുടെ രാവുകളിലെ രാജി മുതൽ ദേവാസുരത്തിലെ ഭാനുമതി വരെയും അവര് വളരെ സ്ട്രോങ് ആണ്. ഏതെങ്കിലും സ്ഥലത്ത് ഹീറോ ഒക്കെ മെന്റലി ഒന്ന് വീക്കായ പോലും അവിടെ വന്ന് പിന്തുണയ്ക്കുന്ന ഒരു കഥാപാത്രം. അപ്പം നമ്മൾ എഴുതുമ്പോഴേ ഈ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സ്വഭാവത്തിലുള്ള ഹീറോയിൻസിൻ്റെ സീക്വൻസുകൾ വന്നാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം വർണ്ണപ്പോട്ടിനകത്ത് പല സീനുകളിലും മീനയാണ് മോഹൻലാൽ സാറിനേക്കാൾ സ്കോർ ചെയ്യുകയും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന ഒത്തിരി സീനുകളുണ്ട്. അപ്പം ഈ പിന്നെ ഇപ്പം ആക്ട്രസ് ചെയ്യുമ്പോഴും പുള്ളിയുടെ മനസ്സിൽ സീമ ചേച്ചി പെർഫോം ചെയ്യുന്നതിനോടുള്ള ഒരു കമ്പാരിസൺ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്നവരെ പുള്ളി ചെയ്യിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ അറിവാണ്. അല്ല, അതെ 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 അറിയാൻ കഴിയില്ല. സ്ത്രീ കഥാപാത്രങ്ങളുടെ ബോൾഡ് ആയിട്ട് വരുന്നതിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. ശശിയുടെ പടത്തിനകത്തേക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാ ക്യാരക്ടേഴ്സിനും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അത് ഷുവറാണ്. ചേട്ടൻ പറഞ്ഞത് ഈ വേറൊരു ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്താലും ഇത് സീമ ചേച്ചിയോളം മൊത്തോ അല്ലെങ്കിൽ ഇത് സീമ ചേച്ചി ചെയ്യുന്ന രീതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഫിനിഷിംഗ് കമ്പയർ ചെയ്യാൻ കമ്പയർ ചെയ്യുന്നല്ലേ പറഞ്ഞ. മൂപ്പരുടെ സിനിമകളിൽ ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മുടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന സീമ ചേച്ചി, അതിന് സംശയമൊന്നുമില്ല. അതെ അതെ. അപ്പൊ അത് ആണ് പുള്ളിയുടെ മനസ്സിലുള്ള ആ സങ്കല്പം, ഹീറോയിനെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ്. അപ്പൊ അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള എഴുത്തോ അഭിനയമോ ഒക്കെ വരുമ്പോൾ പുള്ളി ഹാപ്പിയാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് സീമ ഭയങ്കര ബോൾഡാണ്, ശശിയേട്ടനേക്കാൾ ബോൾഡാണ്. അപ്പൊ സീമ എല്ലാം എടുത്തു മുറിച്ചാ പറയുള്ളൂ. ശശിയേട്ടൻ്റെ അടുത്ത് വരും, ശശിയേട്ടൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക. സീമ അങ്ങനെയല്ല, ഭയങ്കര ബോൾഡ്. അത് ശശിയേട്ടാ അതിങ്ങനെയാണ്, ഇങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെ ചെറിയ കാര്യമുണ്ട്, ഉച്ചയ്ക്ക് ശശിയേട്ടൻ ബ്രേക്ക് വിടില്ല. ഞാൻ വന്ന യൂണിറ്റിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പ അക്ക വന്നിട്ട് അങ്ങപ്പ എന്നങ്ങനെ ഒരു താരനുണ്ടാവും. പുള്ളി ബ്രേക്ക് എന്നുള്ള സംഭവമേ വിടില്ല. ചാപ്പാട് വേണ്ട പുള്ളിക്കാരനുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ളവർ കഴിക്കണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു 1:15 ഞാൻ പറയും, ഈ കമ്പനിയിൽ ആരും ചാപ്പാട് തരില്ല ഇവിടെ, ഇങ്ങനെ ചോദിക്കും ഞാൻ. അപ്പൊ ശശി നോക്കും, മണി 1:15, ബ്രേക്ക്. ഇതാണ് പുള്ളിക്കാരൻ, ചാപ്പാട് പോലും വേണ്ട പുള്ളിക്ക്.
അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉറക്കമില്ല, ചാപ്പാടും ഉണ്ടാവില്ല. വർണ്ണപ്പോട്ടിനും ഈ ഒരു പിന്നെ ശവക്കോട്ടയ്ക്കകത്തൊരു 2 സീനുകളുണ്ട്, ഭയങ്കര ലെങ്തി സീനുകൾ. അപ്പൊ ആ സീനുകൾ അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇതുപോലെ ബ്രേക്ക് ഇല്ലാന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ ഓർമ്മയില്ല, എനിക്ക് കാണാൻ ഓർമ്മയുള്ള ചില ഈ ക്രെയിൻ തള്ളുന്നതിനകത്ത് ഒരു ചെറിയ ഷെയ്ക്ക് ഉണ്ടായപ്പോഴത്തേക്ക് അത് സ്മൂത്തായിട്ട് തല്ലാൻ വേണ്ടി ലാൽ സാറായിരുന്നു ലീഡ് ചെയ്തിരുന്നത് ക്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ഇൻവോൾവായിട്ട് വിത്തൗട്ട് ബ്രേക്കിൽ അതിൻ്റെ 2 ദിവസം കൊണ്ട് തീർത്തു. അതിൻ്റെ ഹെവി സീനുകളാണ്. അല്ല, അന്നൊക്കെ എല്ലാരും ഭയങ്കര സഹകരണം, എല്ലാരും എല്ലാ ഈ പണിയും പറയുന്ന ഏഴാങ്കടലിനൊക്കെ ഞങ്ങളൊക്കെ എല്ലാം ക്ലാപ്പും ക്ലിപ്പും റിഫ്ലക്ടേഴ്സ് ഒക്കെ ഞങ്ങളെല്ലാം പിടിച്ചോണ്ടിരിക്കും. ശശാറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച് പോയേണ്ടുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അതായത് അഭിനയിച്ചിട്ടുണ്ടോ അധികം എന്ന് ഞാൻ ഒരെണ്ണം പറയാൻ വരാം. അതായത് ഈ ഗായത്രിയിൽ അഭിനയിക്കുമ്പോ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് പറയുന്ന നാടോടിക്കാറ്റിലെ സീനുണ്ടല്ലോ, അതെ, അതിൽ നോക്കിയാല് കൊല നടത്തിയ ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകാൻ മാത്രം വിഡ്ഢിയാണ് ഘാതകൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ സോമേട്ടൻ പറയുമ്പോഴും ആ നോക്കിതിപ്പ് നമുക്ക് ആ ഫ്രെയിമിൽ കാണാം. ഇങ്ങനെ ശശിയേട്ടൻ സഹോദരര് സോമ റിഹേഴ്സൽ വേണോ? നോ സാർ, വി ഷാൽ ഗോ ഫോർ എ ടേക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നിടത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ നമ്മൾ ഈ ശശാറിന്റെ ഒരു വലിപ്പത്തിൽ മാത്രം, അതായത് ശശാർ എന്ന് പറയുന്ന ഒരാള് എത്രമാത്രം വലുതാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്നൊരു ഡയറക്ടർ ഒരു പടം ഇറങ്ങിയാൽ അതിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂകളിലും വിഷ്വൽ മീഡിയയിലും ഉണ്ട്. അന്ന് പോസ്റ്ററിലെ പേരിനപ്പുറം കൂടിപ്പോയൊരു സിനിമ മാസികയിലെ ചിത്രത്തിലപ്പുറം ഒരു ഡയറക്ടറുടെ മുഖം സാധാരണക്കാരന് അറിയില്ല. പക്ഷെ ശശി സാറിന്റെ ഒരു വലിപ്പം പൊതുജനത്തിന് അറിയാവുന്നതുകൊണ്ട് മാത്രം ചിരിച്ചൊരു വിറ്റാണ് ഈ ശ്രീനിയേട്ടൻ വന്നിട്ട് സാർ ഒരു ചാൻസിന്റെ കാര്യം അങ്ങോട്ട് മാറിക്ക് എന്ന് പറഞ്ഞപ്പം ശ്രീനിയേട്ടൻ ആ ഡയറക്ടർ എന്നുള്ള കസേരയിൽ ഇരിക്കും. അപ്പൊ ശശിയേട്ടൻ ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഇത് ആരുടെ ഇവിടെ കയറി ഇരുന്നേന്നുള്ളതേ. അത് ഈ ശശിസാറിന്റെ വലിപ്പം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഇരിപ്പിൽ നമുക്കൊരു ചിരി വരുന്നതെന്നുള്ളതാണ്. ബാബേട്ട വന്നതിൽ വളരെ 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 സന്തോഷം. ഈ ഓർമ്മയിൽ നിന്നും IV ശശി എന്ന പരമ്പരയിലേക്ക് താങ്ക് യു വെരി മച്ച്. ശശി സാറിനെ കുറിച്ചുള്ള എപ്പിസോഡ് പറയുമ്പോൾ നമ്മൾ 70കളുടെ അവസാനം തൊട്ട് ഒരുപാട് ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ലക്കത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഒരുപക്ഷെ 2ാം ഭാഗവും 1ാം ഭാഗവും എല്ലാം ഒരുപോലെ സൂപ്പർ ഹിറ്റായ ദേവാസുരം എന്ന ചിത്രം, സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രം, ഈ 2 ചിത്രങ്ങളുടെയും നിർമ്മാതാവ് എന്നതിനപ്പുറം IV ശശി എന്ന തുല്യനായ സംവിധായകനുമായി വലിയ ചെങ്ങാത്തം കാത്തു സൂക്ഷിച്ച ഒരാൾ കൂടിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിർമ്മാതാവ് PBK മേനോൻ സാർ. മേനോൻ സാർ നമസ്കാരം. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല വ്യവസായങ്ങളിലും സിനിമയും വ്യവസായമാണ്. മുതലാളി അല്ലെങ്കിൽ മാനേജർ, ഉടമസ്ഥൻ എന്നൊക്കെ പേര് പറയാറുണ്ടെങ്കിലും സിനിമയിലാണ് അതിൽ പൈസ മുടക്കുന്ന ഒരാളെ നിർമ്മാതാവ് എന്ന പേരിട്ട് വിളിക്കുന്നത്. കാരണം നിർമ്മാതാവിന് ഇതിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലും കൂടെ വലിയ പങ്കുള്ളത് കൊണ്ടാണ്. ബാക്കി ഇപ്പോഴൊക്കെ സിനിമകളിൽ, വർത്തമാനകാല സിനിമയിൽ പലപ്പോഴും ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. പണ്ട് ഫിനാൻസർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇൻവെസ്റ്റർ ഉണ്ട്. അവരിതിൽ ഇടപെടില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറിയേക്കും. പക്ഷേ സാർ ഉൾപ്പെടുന്ന ഒരു തലമുറ വരെയുള്ള നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിൽ വലിയ ഇൻവോൾവ്മെന്റ് ഉള്ള, അവിടെ സംസാരിക്കാൻ വോയിസ് ഉള്ള, അതിലെ ഇടപെടാൻ അധികാരമുള്ള ഒരു സെറ്റ് ഓഫ് നിർമ്മാതാക്കളുള്ള ഒരാളാണ്. ദേവാസുരം എന്ന് പറയുന്ന ഒരു ചിത്രം, ദേവാസുരം എന്ന് പറയുന്നത് അന്ന് താരതമ്യേന വളരെ കുറച്ച് പടങ്ങൾ എഴുതിയ ഒരാളാണ് രഞ്ജിത്ത് സാറ്. ശശി സാർ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. ആ ചിത്രത്തിന്റെ ഒരു വരവും അതിലേക്കുള്ള സാറിന്റെ വരവും ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ദേവാസുരം എന്നുള്ള പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിന് മുമ്പത്തെ ഒരു ചെറിയ കഥ ഇത് പറയേണ്ടി വരും. പറയൂ. ഞാൻ കള്ളനും പോലീസും എന്ന് പറഞ്ഞൊരു പടം IV ശശി എനിക്ക് വേണ്ടി ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാറാണ് അത്. അതിൻ്റെ സ്ക്രിപ്റ്റ് പടം നല്ലതാണ്, പക്ഷേ അത് അന്ന് IV ശശി ചെയ്യേണ്ട പടമല്ല. കാരണം IV ശശി ഹൈ പീക്കിലിരിക്കുന്ന ഒരാളാണ്. IV ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ചെന്നാൽ നിങ്ങൾക്കറിയാം, എല്ലാം നിശബ്ദമായിരിക്കും. സംവിധാനം IV ശശി എന്ന് കണ്ടാൽ ഒന്നും അടക്കം കൈയടിയാണ്.
അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കള്ളനും പോലീസിനെ പോലുള്ള ഒരു പടം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ചെറുകട വേറൊരു ഡയറക്ടർ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്, 77 തൊട്ട്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ മഹാറാണിയിൽ ശരിക്കും പറഞ്ഞാൽ 205-ാമത്തെ റൂമിൽ, അപ്പം അത് കഴിഞ്ഞ് വന്ന് അവിടുന്ന് ആഹാരം കഴിച്ച് ഞങ്ങൾ 205-ാമത്തെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ സ്വതവേ ഊട് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് അല്പം മയങ്ങും. ആ സമയത്താണ് രഞ്ജിത്തും അഗസ്റ്റിൻ എന്ന് പറയുന്നത് അവിടെ റൂമിൽ വരുന്നത്. ഞാൻ പിന്നീട് അറിഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി താഴെ ഉണ്ടായിരുന്നു. വന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞു, ശശിയേട്ടൻ ഞാനൊരു കഥ പറയാം, നമുക്ക് നല്ലതാണെങ്കിൽ മുരളി വെച്ച് ചെയ്യാം, ആക്ടർ മുരളി. അപ്പം ഞാൻ കട്ടിലിൽ കിടക്കുന്നു, ശശി ചമ്രം പിടിഞ്ഞിരിക്കുന്നു, കഥ കേൾക്കുന്നു. അപ്പോൾ കഥ കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ കഥയൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. കാരണം ഞാൻ MT വാസുവേട്ടൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ രഞ്ജിത്ത് നമുക്ക് ഇത് മോഹൻലാലിനെ വെച്ച് ചെയ്യാം. അപ്പം ശശിക്കും ഒരു വിശ്വാസക്കുറവ് തോന്നി ആ സമയത്ത്. രഞ്ജിത്തിന് പ്രത്യേകിച്ചും, കാരണം അതിനു മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് വിജയ് തമ്പിക്ക് വേണ്ടി ഒരു പടം ചെയ്യാനായിട്ട്. അപ്പം രഞ്ജിത്തിനെ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ സമ്മതിച്ചില്ല, തുറന്ന സത്യങ്ങളാണ്. അങ്ങനെയാണ് പിന്നെ അത് ഇവിടെ വന്നു. മഹാലിംഗപുരത്ത് താമസിക്കുന്ന ശശിയുടെ അടുത്ത് തന്നെ സീമയുടെ ചോറ് തരും. അവിടെ ഇരുന്ന് ആ കഥ പൂർണ്ണമാക്കി. അതാണ് ദേവാസുരം എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അപ്പൊ പുള്ളി പറഞ്ഞു ഈ ദേവാസുരം അപ്പം അയ്യരൊക്കെ വന്നിട്ടാണല്ലോ ചടങ്ങൊക്കെ ചെയ്യുന്നത്. മേനോനേട്ടൻ പറഞ്ഞു എനിക്ക് ആരും ചേട്ടാ സീമ ചെയ്താൽ മതി, ഞാനാ പൂജ ചെയ്തത്. ഓ, അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൽ വെച്ചാണ് അന്ന് 2 ഫ്ലാറ്റുണ്ട് നമ്മുടെ ഇത് ഇവിടെ മഹാലിംഗപുരത്ത് ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്. അവിടെ വെച്ചാണ് MG രാധാകൃഷ്ണൻ, പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഓമനക്കുട്ടി, അരുന്ധതി, MG ശ്രീകുമാർ എല്ലാം അവിടെ ഇരുന്നാണ് അതിൻ്റെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിന് പോകാനായിട്ടെല്ലാം തയ്യാറായി. ഞാനും മോഹൻലാലും അവിടുന്ന് ട്രെയിനിൽ കയറും. അവിടെ ഇതൊരു ഇതായിട്ട് തോന്നാം, പക്ഷെ അതിലേക്ക് വരാനുള്ളൊരു ഇതായിട്ട് ഞാൻ പറയാണ്. ഞാനും മോഹൻലാലും ട്രെയിനിൽ കയറുന്നു, മലബാർ എക്സ്പ്രസ്. അപ്പോൾ സീറ്റില്ല, സെക്കൻഡ് ക്ലാസ് AC, ഒരു സീറ്റേ കിട്ടു. അപ്പോൾ ഞങ്ങൾ 2 പേരും തല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കിടന്നുറങ്ങി. ഒറ്റപ്പാലത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ലാൽ കുറച്ച് മുമ്പേ പോകുന്നു, ഞാൻ പുറകെ പോകുന്നു. പിന്നെ 2-3 ഫോട്ടോസ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ലാൽ സാർ ഉറക്കത്തിൽ സംസാരിക്കുമല്ലേ എന്ന്. ആ, അപ്പോൾ ഇത് കണ്ട് ലാൽ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ചേട്ടാ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ സത്യത്തിൽ സംസാരിക്കുന്നത് ഞാനാണ് ഉറക്കത്തിൽ. അപ്പം അവർക്കറിയില്ല അത്. അവർ വിചാരിച്ചത് മോഹൻലാലായിരിക്കും. ഞാൻ ആന്നും പറഞ്ഞു കൊടുത്തു, ഞാൻ ഇന്നും സംസാരിക്കും ഉറക്കത്തില്ല, അതുകൊണ്ട് കള്ളന്മാർ വരില്ല, യാതൊരു പ്രശ്നമില്ല, എപ്പോഴും സംസാരിക്കും. അത് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങാനായിരുന്നു. അപ്പോൾ ശശി പറഞ്ഞ മാതിരി എപ്പോഴും ഒരു വെളിച്ചപ്പാടിൻ്റെ രൂപമാണ് അദ്ദേഹത്തിന്. വന്ന് ഓക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാട്ടോ. ഞാനപ്പം ചെറുതുരുത്തി PWD മോഹൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത്. അവരൊക്കെ അവിടെ ഇവിടേക്ക് ചെറിയ താമസിക്കുന്ന ഇവരൊക്കെ വീടുകളിൽ. ഞാൻ പറഞ്ഞാവാം, ചെയ്യാം. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു നടുക്കമുണ്ട്. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ മരുവനും പ്രൊഡക്ഷൻ നോക്കുന്ന വന്നിട്ട് പറഞ്ഞു, അത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 രൂപ വേണം. ഞാൻ ശരിയാക്കാം. ഞാൻ ഉടനെ ഡിസ്ക്രിപ്ഷൻ ഞാനാണല്ലോ, ആളുകൾക്ക് കുറച്ചെൻ്റെ വിശ്വാസമുണ്ട്. തിയേറ്ററുകാരെ വിളിച്ചു. വിളിച്ച് പിറ്റേ ദിവസമായപ്പോഴേക്കും കാശ് വന്നു.
ശശി എന്താണെന്ന് ചെയ്യുന്ന ക്ലൈമാക്സ് ആണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ദേവാസുരം സിനിമയുടെ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സാറേ ഒരു 400 ആളുകളുണ്ട് ഈ ശ്രീകൃഷ്ണപുരം അമ്പലത്തിന് ചുറ്റും. അപ്പോ പരിയാനം പറ്റ അതെ ക്ഷേത്രത്തിലല്ലേ അത്? ആ ആ അമ്പലത്തിൻ്റെ ഇതിലാണ്. അപ്പൊ ഈ ആളുകൾ തലേ ദിവസം ഒന്ന് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ആളുകൾ വരുമോ. എന്തു ചെയ്യാൻ, ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. ആകെ പേടി. 2 പോലീസുകാരുണ്ട്. അവര് ഒരു ഭാഗത്ത് ഷൂട്ടിങ് കാണാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ ഊട്ടുവരയിലിരിക്കുന്നു, എങ്ങനെ ഷൂട്ട് ചെയ്യും എന്ന്. അപ്പം ഞാനിങ്ങനെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. ആളുകളൊക്കെ സൈലൻ്റാണ്. ഞാൻ നോക്കുമ്പോണ്ട് അവിടുത്തെ ആൽമരത്തിൻ്റെ മുകളിൽ IV ശശി ഇരുന്ന് ഷൂട്ട് ചെയ്യുക. ഒന്നും അറിയുന്നില്ല. ഉള്ളി താഴെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് സുഖമായിട്ട് ഇപ്പോഴും ആ ഉത്സവം മുഴുവൻ ആ സിനിമ കാണുന്നത് മുഴുവൻ അകത്ത് വെച്ചിട്ട് എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതുകൊണ്ട് ഈ കൈ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുന്ന സ്ഥലമൊക്കെ അകം തന്നെ സെയിം അവിടെ തന്നെ ആ അമ്പലത്തിൽ തന്നെ അതിൻ്റെ ഇത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. കൈവെട്ടുന്നു ഇതെല്ലാം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. ആളുകൾ ഞങ്ങൾ പേടിച്ച മാതിരി ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഊട്ടുവരയിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. ലാലും കൂളായിട്ട് ഇരിക്കുന്നത്. അപ്പം അതിനിടയിൽ ചൊറിയാനായിട്ട് സവാസ് ആകാശനും മണിയുമ്പിള്ളയൊക്കെ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യും, പ്രശ്നമാണല്ലോ. അപ്പം ഞാൻ ഇത് കേട്ടാൽ എനിക്ക് പേടി വരാതിരിക്കില്ലല്ലോ. ഇത്രയും ആളുണ്ട്, ഇത്രയും മുടക്കി ആന ഒരു ഭാഗത്ത് വെക്കുന്നു, എല്ലാം ബഹളം തന്നെ. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് പതിവ് പോലെ കുറച്ച് കുപ്പികൾ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. പതിവ് പോലെ അതായത് അപ്പോ ആ പുള്ളി അത് കുറച്ച് ഞാൻ പറഞ്ഞു വണ്ടി പറഞ്ഞതിന് 2 ബോട്ടിൽ എടുക്കുക. അപ്പൊ ഈ ആളുകൾ യാതൊന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ലാലു വന്നു, നമ്മൾ സുഖമായി ഷൂട്ട് ചെയ്തു. 2 ദിവസം ഷൂട്ട് ചെയ്തു, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. അപ്പം പിന്നെ ഇനി അടുത്ത പരിപാടി ബിഗിനിങ്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഓപ്പണിങ് സീനും ഇതൊക്കെ. പുള്ളി പറഞ്ഞ ഒരു 10,000 പിള്ളേരെ കൊണ്ടുവരും കേട്ടോ താലപ്പൊലിക്ക്. ആ പ്രദേശം മൊത്തം തപ്പിയാൽ കിട്ടൂല. 10,000 പെൺപിള്ളേർ വേണം. ഞാൻ തപ്പിപ്പിടിച്ച് കുറേ അവിടെയുള്ളൊരു ഏജൻറ്റിനെ വിളിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ സംഘടിപ്പിച്ചു. താലപ്പൊലിയും ബഹളവും അതൊക്കെ ആയിട്ട് അത് സുഖമായിട്ട് നിന്നു. അതാണ് അപ്പം അപ്പോഴാണ് എനിക്ക് ആശ്വാസം കുറച്ച് വന്നത്. നീലകണ്ഠനെ കുറിച്ച് പറഞ്ഞ് വള്ളത്തിൽ ഇങ്ങനെ വരുന്നൊരു സ്ഥലം. അതെ, അത് ക്ലൈമാക്സ് ഈ പരിയാനം പറ്റ ക്ഷേത്രത്തിലുള്ള സീനുകളൊക്കെയാണ്. ബാക്കി ബഹുഭൂരിപക്ഷ സീനുകളും വരുന്നത് വരിക്കാശ്ശേരി അങ്ങനെയാണ്. വരിക്കാശ്ശേരി ദേവാസുരം മനയായിട്ട് മാറി. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. അതായത് ഒറ്റപ്പാലത്ത് ഇപ്പൊ എല്ലാവരും പോയി കാരണം അത് ആ പേര് തന്നെയാണ്. അത് പിന്നെ അതൊരു ലൊക്കേഷനായിട്ട് മാറി. അതിന്റെ ഒരുപാട് സിനിമയിൽ വന്ന് ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ പൂമുല്ലി മഠത്തിലാണ്, 6-ാം തമ്പുരാൻ്റെ അവിടെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അത്രയും സൗകര്യമില്ല. ഞാനും ശശി കൂടെയാണ് പോയത്. അപ്പോൾ സൗകര്യമില്ല. പിന്നെയാണ് നമ്മൾ ഈ പൂമുള്ളി മല കണ്ടുപിടിച്ചത്. അവിടെ ചെന്നു, ഞങ്ങൾ സംസാരിച്ചു. 75,000 രൂപ ഓക്കെ. അപ്പോൾ കുറച്ച് നിബന്ധനകളുണ്ട്. ഇവിടെ കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് കൊണ്ടുവരാൻ പാടില്ല, മത്സ്യമാംസങ്ങൾ അനുവദനീയമല്ല. നമ്മൾ ഷൂട്ടിങ് തുടങ്ങി. ഇത് 2 ഇല്ലാതെ നടക്കില്ല അന്നത്തെ കാലത്ത്. അല്പം അതിപ്പം IV ശശിയല്ലേ ഷൂട്ട് ചെയ്യുന്നത്. ഈ രാത്രി എവിടെ വരെ പോകുന്ന ആർക്കറിയാം, മനസ്സിലായില്ലേ. അപ്പൊ ഷൂട്ടിംഗ് നടക്കും. ചിലപ്പോ ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയി ഷൂട്ട് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത് വീണ്ടും ഇവിടെ. അപ്പോൾ 2 ദിവസമായപ്പോഴേക്ക് വേണു ഇവർക്കൊക്കെ ചെറിയ മുറിമുറിപ്പ് തുടങ്ങി. എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു ശരിയാക്കാം. കയ്യാലയുടെ ബാക്കിൽ മത്സ്യമാംസം കൊണ്ടുവരാൻ പാടില്ല. അപ്പം ഞാൻ ആദ്യം മുട്ട ചോറിലിട്ട് കൊണ്ടുവരാം. അപ്പം ഇതിന് എല്ലും മുള്ളൊന്നുമില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബീഫ്, അതിനും എല്ലില്ല, കംപ്ലൈൻ്റ് ഇല്ല. ഫീലിംഗ് കിട്ടും. അതെ, ഇടയ്ക്ക് വൈകുന്നേരമാകുമ്പോൾ ഇവർക്കൊരു ഉണർവ് നമ്മൾ കൊടുക്കും.
അപ്പൊ ഞാൻ അത് മീൻ കറി വെച്ചല്ലോ ഇവിടെ. അതെ, അപ്പൊ അത് ഞാൻ മീൻ കറി കൊടുക്കും. വെച്ചോടെ. അതെ, അപ്പൊ അത് കൊടുത്ത് സുഖമായി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ഷൂട്ടിങ് അവിടെ സുന്ദരമായിട്ട് നടക്കുന്നു, എല്ലാവരും കൊണ്ട് ഒരുവിധം ജോളിയാണ്. അപ്പൊ ഞാൻ അവിടെ നോക്കുമ്പോൾ മുറ്റത്തൊരു നല്ല മാവാണ്, നല്ല മാങ്ങ, ഒട്ടുമാങ്ങ ഇപ്പോഴും അതുണ്ട്. ഞാൻ ഇടയ്ക്ക് അതൊന്ന് പൊട്ടിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ലേ പിള്ളങ്ങൾ കൊടുത്തിട്ട് അത് കീറി മുളക് പൊടി ഉപ്പിട്ട് നല്ലോണം കുക്ക് ചെയ്യും. അത് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഈ പിന്നില് മുരിങ്ങ നിൽപ്പുണ്ട്. ആ മുരിങ്ങയില പറിച്ച് ഞാൻ കൊണ്ടുപോകും. മെസ്സിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറയും തോരൻ ഉണ്ടാക്കുന്നു, തേങ്ങയൊക്കെ ഇട്ട്. അപ്പം ഇതൊക്കെ നടത്തിയിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം അവസാനം കണക്ക് പറഞ്ഞപ്പോൾ നമ്പൂരി പറയണം ഇത്ര മാങ്ങ ഇട്ടിട്ടുണ്ട്, അതിന് ഇത്ര പൈസ, പിന്നെ നിങ്ങൾ 2 കെട്ട് മുരിങ്ങയിലായിട്ട് വരുന്നുണ്ട്, അതിന് 2 രൂപ, ഇതെല്ലാം തരാം എന്ത് പറയണം, അമച്ചനായിട്ട് തെക്കേ പാടത്തെ 4 ഏക്കർ നീലാണ്ട വിറ്റ പോലെ വിൽക്കേണ്ടി വരും കേട്ടാ. തരാം. അങ്ങനെയാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്ത്. പക്ഷെ ഇപ്പം സീമച്ചേച്ചി പറയാം ഞാനവിടെ മീൻകറി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഇത്രയും നാള് ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതിന് എനിക്കിതിൽ ഉത്തരവാദിത്വം അല്ല. അതാണ് ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി വെക്കും, നിങ്ങളുടെ അല്ലെങ്കിൽ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ തിയേറ്റർ ഉടമയ്ക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങളുടെ ലഗേജ് നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവര് തിന്ന ബീഫിനും മീനിനും എനിക്ക് പങ്കില്ല. ഞാൻ ഈ മേനോ സാറിന്റെ ഇൻട്രൊഡക്ഷനില് അന്ന് നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്, നിർമ്മാതാക്കൾക്ക് ഒരുപാട് വിലയുണ്ട്, അന്ന് നിർമ്മാതാവ് ഇതില് ക്രിയേറ്റീവായിട്ട് ഇടപെടുന്ന ആളാണെന്ന് എല്ലാം പറഞ്ഞ രാമുഖം പറഞ്ഞിട്ട് നിർമ്മാതാവ് മാങ്ങ പറിക്കുന്നു, മുരിങ്ങാക്കോല് പറിക്കുന്നു, നിർമ്മാതാവിന്റെ വണ്ടിക്കകത്ത് കൊടുത്തേ എല്ലാവർക്കും രാത്രി 2 മണിന്റെ പോകും, എല്ലാവർക്കും ഇച്ചിരി സ്മോൾ കൊടുത്തേക്ക്, രാത്രി ഇച്ചിരി മാങ്ങ പറിച്ചേക്ക്. ഇതാണോ ക്രിയേറ്റീവായിട്ടുള്ളത്? ഇത് ആയിത്തപ്പെടാതറിയോ, പ്രിയനായിട്ട് വന്ന സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം. അവിടെ പോയിട്ട് മെയിൻ പരിപാടി ഷൂട്ടിങ് കഴിഞ്ഞാൽ എല്ലാരും ചൂതുകളിയാണ്. ചൂതോ? ഇതെന്താ മഹാഭാരത സദസ്സോ? അത് വേറൊരു കഥയാണ്. നമ്മള് കാസിനോ അന്ന് ഇവിടെ ഈ ഷൊൾട്ടിയോപ്രോയില് നേപ്പാളിലും ഉള്ളു, ലാസ് വേഗസ് പോലെ. അപ്പോൾ അതേ ഷൊൾട്ടിയോപ്രോയിലാണ് ഞങ്ങൾ താമസിക്കുന്നതല്ല, 5 സ്റ്റാർ ഹോട്ടലാണ്. അതൊന്നും പുള്ളിക്ക് യാതൊരു കുറവില്ല, ലാവിഷാണ് പരിപാടിയല്ല. അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കുടിയോ ഒന്നും ഞാൻ ഒളിച്ചു കൊണ്ടുപോയില്ല. കൽക്കട്ടയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും ഈ 2 പോക്കറ്റില് ബ്ലാക്ക് ലേബിൾ വാങ്ങി. കാരണം നമുക്ക് അങ്ങനെയുണ്ടല്ലോ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരും എപ്പോഴായാലും ഒരു പടം ചെയ്യുമ്പോൾ എന്നെ വിളിക്കണം. ഇതുവരെ ഒരാളോടും ചാൻസ് ചോദിച്ചിട്ടില്ല, ഒരാളോടും ചോദിച്ചിട്ടില്ല. അല്ല, ഞാന് പ്രതിഫലം കുറഞ്ഞാലും കുഴപ്പമില്ല, വേണ്ട. അല്ല, എന്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൽ ഇൻവോൾവ്ഡായി. ഏത് പടം എടുത്താലും അതിൽ ഞാൻ ഇൻവോൾവ്ഡ് ആവും. ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് IV ശശിയെ പറ്റി പറയാനുള്ളത്. കാരണം ഇത്രയും അടുത്ത ഒരു ഡയറക്ടർ എനിക്കുണ്ടായിട്ടില്ല. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഭാരതനൊക്കെ എൻ്റെ ഡയറക്ടേഴ്സ്, പക്ഷെ ഇത്രയും ഞങ്ങൾ അടുത്ത് ഇതായിട്ടുള്ള IV ശശിയായിട്ട്. നമുക്ക് സാറിനെ കുറിച്ച് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട SN സ്വാമി സാർ ഓർക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ സിനിമ എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങിയത് IV ശശിയൊക്കെ സിനിമകളാണ്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ, ഒട്ടും പ്രസിദ്ധരല്ലാത്ത ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമകൾ, വെച്ച് തുടങ്ങുന്ന സിനിമകൾ. ശശിയുടെ ആദ്യകാലത്തെ സിനിമയുടെ ആദ്യാക്ഷരം ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഡയറക്ടറാണ്, വളരെ ബോൾഡായ ഡയറക്ടർ. ആ കാലഘട്ടത്തിൽ ആരും ശശി എടുത്തിരുന്ന സിനിമയുടെ പോലത്തെ സബ്ജക്റ്റ് ഒന്നും വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതായിരിക്കാം കാരണം, ആ ഒരു വ്യത്യസ്തമായ ഒരു സിനിമകളുടെ രീതി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹമായിട്ട് ഞാൻ ഒരു സിനിമയാകപ്പാടെ ചെയ്തു, ബലറാം താരാദാസ് എന്ന സിനിമ. അത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ദാമോദർ മാസ്റ്ററും കൂടെ ചേർന്ന്. അപ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടർ, ഇത്രയും പ്രസിദ്ധമായ സിനിമകൾ എടുത്ത ഒരാൾ, MT വാസുദേവൻ നായർ, പത്മരാജൻ തുടങ്ങി ദാമോദർ മാസ്റ്റർ തുടങ്ങി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന എല്ലാ തിരക്കഥാകൃത്തുക്കളുടെയും സിനിമ
സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അപൂർവ ഡയറക്ടറാണ് IV ശശി. പക്ഷെ ഞാൻ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും ആ ഒരു ശശിയെ കാണാനുണ്ടായില്ല. ഒരു സാധു മനുഷ്യൻ, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു IV ശശി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 1-2 വലിയ സിനിമകൾ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എന്തോ നടക്കാതെ പോയി, സാരമില്ല. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ പേര് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല. ഇപ്പം നമ്മുടെ എപ്പിസോഡിന്റെ ഇടയിൽ ഒരു ബ്രേക്കിൽ ഞാൻ സീമ ചേച്ചിയോട് പറയായിരുന്നു, നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം ശശി സാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പലരെ പറ്റിയൊക്കെ പറയുമ്പം എത്ര നേരം വേണേലും സംസാരിക്കാൻ മാത്രമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചു തീർത്തിട്ടുള്ളത്. അവരെത്ര നാള് ജീവിച്ചോ അത്രയും നാൾ തന്നെ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാനാകും. അത്രയും സിനിമകൾ, അത്രയും സിനിമയ്ക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ്, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുക. ഒരു ചലച്ചിത്രം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സിനിമയെ പാഷനായി കൊണ്ട് നടക്കുന്നവർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളും ഞങ്ങൾക്ക് സിനിമയാണ് ആഗ്രഹം, സിനിമയിലെത്തുക എന്നുള്ളതാണ് ആഗ്രഹം, സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്ന പല ആൾക്കാരും ചിലരെങ്കിലുമെല്ലാം സിനിമയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്നതിനെയാണ്. ഇതിൻ്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗെയർ പ്ലെയർ എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രശസ്തി, ഇതിൻ്റെ ഒരു പണം, ഇതിൻ്റെ ജനങ്ങളെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്. അതായത് ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് പറയുന്നത് മദ്യത്തിനല്ല അടിമപ്പെടുന്നത്, അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്. ഇതേ റിസൾട്ട് വേറൊരു സാധനത്തിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നാൽ ഇവരെ പോലുള്ള ആളുകൾ ജീവിതത്തിൻ്റെ ഒരു ഭൂരിപക്ഷ സമയം ക്യാമറയ്ക്ക് പിന്നിൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളവരാണ്. അല്ലെ സീമ ചേച്ചിയൊക്കെ ഒപ്പമുള്ള സമയങ്ങളിൽ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ. സീമ ചേച്ചി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്താൽ ഇടയ്ക്ക് കുറേ നാൾ നിർത്തിയില്ല അഭിനയം, അതോ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീമ ചേച്ചിക്ക്? ഇല്ല, ഒരു 10 കൊല്ലം നിർത്തിയിരുന്നു. മോൻ ജനിച്ചിട്ട് പിന്നീട് വന്നത് ഐ തിങ്ക് ഇതാണ് ഒളിമ്പ്യൻ അന്തോണിയാദത്തിലെ പ്രിൻസിപ്പലിന്റെ വേഷത്തിലാണ് വരുന്നത് അല്ലേ? അതെ. അപ്പൊ ആ ഗ്യാപ്പിലൊക്കെ ശശിന് തിരക്കുകളല്ലേ, വല്ലപ്പോഴും ഒക്കെ അല്ലേ വരുന്നുള്ളൂ വീട്ടിലും കാര്യങ്ങളിലും ഒക്കെ? അതെ, കാട് 6 മാസം, നാട് 6 മാസം, വീട്ടിൽ 6 മാസം, അങ്ങനെ പോയാ പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്ന കുറവാണ്. അത്ര. ചന്ദ്രേട്ടനോ ഓർമ്മയിൽ? ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മിക്ക ദിവസവും AVM സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടും. ശശിയേട്ടൻ അവിടെ AVM അടിച്ചുകൊണ്ടാണ് ഞാൻ നീ എന്താ അവിടെ ചെയ്യുന്നത്, നീ എന്താ. ശശിയേട്ടൻ വളരെ സ്പീഡിലേ സംസാരിക്കുള്ളൂ. ശശിയേട്ടനാണെന്ന് വെച്ചാൽ എല്ലാവരോടും വളരെ സ്നേഹമാണ്, എല്ലാവരോടും. ശശിയേട്ടൻ സംസാരിക്കുന്ന രീതി, എല്ലാവരെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, എന്നിട്ട് അതിങ്ങനെ ചെയ്യടാ നമ്മളെ ഉപദേശിക്കുകയും ചെയ്യും. ശശിയേട്ടന് അങ്ങനെ ഒരു മടിയില്ല. അപ്പോൾ കാര്യങ്ങൾ പറയാൻ ഒരു മടി, വളരെ മനസ്സിൻ്റെ ഉള്ളിൽ തുറന്നു പറയും, നീ പോടാ എന്നൊക്കെ പറയും. ഒരു മടി നമ്മുടെ ആൾക്കാർ കണ്ടിരിക്കുമ്പോൾ എന്താണ് സത്യത്തിൽ എൻ്റെ ഒരു എൽഡർ ബ്രദറിനെ പോലെ ഞാൻ ശശിയേട്ടനെ കാണാറ്. ശശിയേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യാറില്ല. നീ പോടാ, അതൊന്നും ചെയ്യണ്ട, പണം അവിടെ നിനക്ക് വേറെ പണി ചെയ്യാതെ പറയും. അപ്പോൾ ഞാൻ സീമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സീമ അടുത്ത അതൊന്നും നമ്മളൊന്നും അയക്കാൻ പറ്റില്ല, പോടാ അങ്ങനെയൊക്കെ പറയും. പക്ഷേ സീമ കറക്റ്റായിട്ട് വരും. ശശിയേട്ടൻ പറയും ആ ഡേറ്റ് വിടാനൊന്നും പറ്റില്ലെന്ന് പറയും. നമ്മൾ ശശിയേട്ടാ എനിക്ക് നിവൃത്തിയില്ല പറയുമ്പോൾ അതൊന്നും പറ്റില്ല സ്പീഡിലേ പറയുള്ളൂ. പക്ഷേ എനിക്കറിയാം സീമ വന്നിരിക്കുന്നത്. സീമ എന്നിട്ട് അപ്പോഴും ശശി അവൾ എൻ്റെ കാര്യം പറയുമ്പോൾ അവൾ കറക്റ്റായി വരുന്നു. ഞങ്ങൾ അത്ര ഓരോ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ സിനിമയിൽ കണ്ടതാണെങ്കിലും എൻ്റെ വീട്ടിലൊരു സിസ്റ്ററെ പോലെയാണ് സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും എന്നും അങ്ങനെ. അപ്പോൾ ശശിയേട്ടൻ പറയും, അവൾക്ക് എന്നെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാക്കാണെന്നൊക്കെ പറയും. ശശിയേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ ടെക്നോളജി ഒരുപാട് ഞാൻ ശശിയേട്ടനും പഠിച്ചു, അപ്പഴേ പറഞ്ഞ പോലെ മോഷ്ടിച്ചു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ അത് പഠിപ്പിച്ചതെന്ന് ശശിയേട്ടൻ തന്നെയാണ്, അല്ലാതെ പറയാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഹീറോ ഇല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഈനാട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം, അതായത് ഉത്സവം, അതാണ് പടം. അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മുഖച്ഛായക്ക് ഒരു മാറ്റം വരുത്തിയ പടം. ന്യൂ ജനറൽ സിനിമയായിരുന്നു അന്നത്തെ. അതിൽ KP ഉമ്മർ അങ്ങനെ കുറച്ച് ആളുകളില്ലാതെ ആർട്ടിസ്റ്റ് ആരും ഇല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹീറോ കഥാപാത്രം ഇല്ല.
ഈ നാടില് അതായത് ഒരു പോപ്പുലർ ഹീറോ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞ കഥയ്ക്കുള്ളിൽ ഒരു ഹീറോ ഇല്ല. കഥയ്ക്കുള്ളിൽ ഹീറോ ഇല്ലാണല്ലോ ആ പടം ചെയ്തത്. എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടർ, എല്ലാവരും കഥയാണ് ഈ നാട് എന്ന് പറയുന്ന അതാണ് അതിന്റെ ഹീറോ. അല്ല, അതിന്റെ മേക്കിംഗ് സ്റ്റൈലും അത് ഡിഫറെന്റ്. അങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത. ക്രൗഡ് മാനേജ്മെന്റ് മേക്കിംഗ് ഒക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സിനിമ വന്നത്, അത് 100 ദിവസം ഓടിയ ഒരു സിനിമയാണത്. ശരിക്കും മലയാള സിനിമയിൽ ഞാൻ എൻ്റെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ശശിയുടെ ഓർമ്മയിൽ ചലച്ചിത്ര അക്കാദമിയിലുണ്ട്, ശരിക്കും പഠിക്കേണ്ടതാണ്, സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ഡയറക്ടറാണ് ശശിയേട്ടൻ. അത്രയുണ്ട്. കാരണം ചില സാധനങ്ങളൊക്കെ ഒരു സീനെ തന്നെ ഒരുപാട് ഷോട്ടുകൾ അതിനകത്ത് പുള്ളി ഭാവന ചെയ്തിട്ട് എടുത്തിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പം അവനഴിയിലെല്ലാം വന്നിട്ട്, അല്ലെങ്കിൽ ഏത് സിനിമ പുള്ളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷോട്ട് എടുക്കുന്നതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു സിനിമേനെ അങ്ങനെ ഒരു പണ്ട് ചെയ്തിരുന്ന പല സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഷോട്ട് എടുക്കില്ല. ട്രാക്ക് വേണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ അവിടെ ട്രാക്ക് ഇട്ടിരിക്കണം. അത് ശശിയേട്ടൻ തന്നെ തള്ളും. അതാണ് അതിനകത്ത് ശശിയേട്ടൻ അതിന്റെ സ്പീഡ് അറിയാം. അത് ആ ട്രാക്കിന്റെ സ്പീഡ് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി പേസിംഗ് എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ട്രാക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്. അത് ആ മൂവ്മെൻറ്റ് കിട്ടാൻ ശശിയേട്ടൻ തള്ളും. അങ്ങനത്തെ ഒരു സീനാണെങ്കിൽ അത് ആ ട്രാക്ക് ശശിയേട്ടൻ അത് പിടിച്ചു തള്ളും. അല്ല, ശശിയേട്ടന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ, ശശിയേട്ടൻ ഒരു ഡയറക്ടറാണ്, ഒരു ക്യാമറമാൻ ആണ്, അതെ, ഒരു ആർട്ട് ഡയറക്ടറാണ്, അതെ, ഒരു മേക്കപ്പ് മാൻ ആണ്. അതെ, എല്ലാം ചെയ്യും. ഒരുപാടുണ്ട്. നമ്മുടെ മേക്കപ്പ് ഇതിലെല്ലാം അറിവുണ്ടെന്നുള്ളതല്ല, ഈ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, പണിയെ പറ്റി പറയുമ്പം ഇയാൾക്ക് ഇതെല്ലാം അറിയാം. ഡയറക്ടർ അയാൾക്ക് ഇതെല്ലാം അറിയാമെന്ന് പറയും. ഇതെല്ലാം അറിയല്ല, ഇതെല്ലാം പ്രൊഫഷനായി കഴിഞ്ഞിട്ടാണ് അത് നമ്മുടെ മേക്കപ്പ് ഇട്ടേക്കണ ഒരു ക്യാരക്ടറിനെ ശശിയേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ ശശിയേട്ടൻ അത് വന്ന് ടച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അത് അങ്ങനെയാണത്. 1921 ദേവാസുരം, അങ്ങാടി, അങ്ങനെ സിനിമയുടെ ഒരു സമാന്തര സിനിമയ്ക്കൊപ്പം ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ, തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ സ്ക്രീനിനുള്ളിലുള്ള സിനിമകൾ നിർമ്മിക്കുകയും മൃഗയെ പോലെയുള്ള ചില സിനിമകൾ, അത് നമ്മളിതിൽ പരാമർശിച്ച് പോകേണ്ടതുണ്ട്. എല്ലാ താരങ്ങളെയും അവരുടെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ കൊടുത്തിട്ടുള്ള, സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അതിമനോഹരമായ പാട്ടുകളുള്ള സിനിമകൾ ഒരുക്കിയിട്ട് കാലത്തെ അതിജീവിക്കുന്ന ഒരുപാട് ചലച്ചിത്ര കാവ്യങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച ഒരു അതുല്യ സംവിധായകനാണ്. അങ്ങനെ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച IV ശശി എന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഈ എപ്പിസോഡിന്റെ ഇടയിൽ എപ്പോഴോ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതമെന്ന് തോന്നുന്ന, കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഹ്രസ്വമായ സമയം കൊണ്ട് ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ IV ശശി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. നമുക്ക് ആൽബം സെൻഡ് ചെയ്യാം. ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ഈ പരമ്പരയുടെ ഭാഗമായി അമൃത TVയുടെ ഭാഗത്തു നിന്നും വളരെ പ്രിയപ്പെട്ട സീമ ചേച്ചിക്ക് ഒരു ഉപഹാരം സംവിധായകൻ P. ചന്ദ്രകുമാർ സാർ സമർപ്പിക്കുന്നു. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നത് പോലെ ഒരു മധുരക്കിനാവിന്റെ ലഹരി മനസ്സിൽ നിറയ്ക്കുന്നുണ്ട് ഓരോ IV ശശി ചിത്രങ്ങളും. ശ്രുതിയിൽ നിന്നുയരുന്ന നാദശലഭങ്ങളെ പോലെ അവ നമ്മുടെ ഹൃദയം കവരുന്നു. മലയാള സിനിമ കണ്ട മഹാസംവിധായകന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും IV ശശി ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.